സംസ്ഥാനത്ത് ഉള്ളിക്ക് കൃത്രിമക്ഷാമം സൃഷ്ടിക്കാൻ ഇടനിലക്കാരുടെ നീക്കം. കൊല്ലം തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകരിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന സവാള താൽക്കാലിക സംഭരണ കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓണത്തിന് വലിയ വിലയ്ക്ക് കേരളത്തിലെ വിപണിയിലെത്തിക്കാൻ കഴിയുമെന്നതാണ് ഇതുകൊണ്ടുള്ള മെച്ചം. കൊല്ലത്തെ തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളായ കീഴ്പാവൂർ, മേൽപ്പാവൂർ, സൊറണ്ട എന്നിവിടങ്ങളിലാണ് വ്യാപകമായി സവാള കൃഷി നടക്കുന്നത്. ഇവിടെ നിന്നും കിലോയ്ക്ക് 12 രൂപ വരെ നൽകിയാണ് ഇടനിലക്കാർ സവാള വാങ്ങുന്നത്. എന്നാൽ ഇങ്ങനെ വാങ്ങിയ സവാള താൽക്കാലിക സംഭരണ കേന്ദ്രങ്ങളിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഓലയും കച്ചിയും ഉപയോഗിച്ച് നിർമ്മിച്ച കൂരകളിലാണ് ഈ പൂഴ്ത്തിവെപ്പ്. വലിയ കുഴികളിൽ പച്ചോല ചുറ്റിയും സവാള സൂക്ഷിച്ചിട്ടുണ്ട്. കൃത്രിമ ക്ഷാമമുണ്ടാക്കി കൊള്ളലാഭം ഉണ്ടാക്കാമെന്നാണ് ഇടനിലക്കാരുടെ കണക്കുകൂട്ടൽ. 2 ஏக்கர் 8 டன் வந்திருக்கு. அதனால நாங்கள் விலை இல்லைனாக்க நாங்கள் இருப்பு கட்டு தான் உள்ளி. ஏன்னா எங்களுக்கு அதிகமான சம்பளம், கூலி சம்பளம் எல்லாமே அதிகமாக இருக்குது. ஏன்னா இதை நாங்கள் ஓண பண்டிகை வர்றதுனால ஏதோ விலை கிடைக்குங்கிற நம்பிக்கையில் நாங்கள் இருப்பு கட்டி நாங்கள் வச்சுருக்கோம். ഓണത്തോടനുബന്ധിച്ച് കിലോയ്ക്ക് വില 20 വരെ എത്തുമെന്ന് കരുതി വിളവെടുപ്പ് നീട്ടിവെച്ച കർഷകരും ഇവിടെയുണ്ട്. ഈ നീക്കങ്ങൾ മൂലം സവാള വില ഉയരുമോ എന്നാണ് വിപണിയിൽ നിന്നുള്ള ആശങ്ക. അരുൺ രാജ്, റിപ്പോർട്ടർ, കൊല്ലം.